അപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ടൊരു അബ്രോഡ് എഡ്യൂക്കേഷൻ കൺസൾട്ടന്റിനെ പറ്റിയിട്ടും അദ്ദേഹത്തിന്റെ ഹസ്ബൻഡിനെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകൾ നമ്മൾ ചിലരെങ്കിലും കണ്ടു കാണും. ഞാൻ എപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കുന്ന കുട്ടികളോട് പറയുന്ന ഒരു കാര്യമാണ്, സ്റ്റുഡന്റ് ആയിട്ട് വരാൻ ആഗ്രഹിക്കുന്നവർ മുൻപ് വന്നിട്ടുള്ള സ്റ്റുഡൻസുമായിട്ട് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടത്തുക. അല്ലാണ്ട് സ്റ്റുഡന്റിന്റെ കൂടെ വന്നവരോടോ സ്റ്റുഡന്റിന്റെ നാട്ടിലുള്ള കസിൻസിനോടോ അഭിപ്രായം ചോദിച്ചാൽ അവർ ഒബ്വിയസ്ലി നമ്മളെ മിസ്ലീഡ് ചെയ്യും. കാരണം അവർക്ക് പ്രോപ്പർ കാര്യങ്ങൾ അറിയുണ്ടാവില്ല സ്റ്റുഡന്റിനോളം. ആരെയും പേഴ്സണലി ഹേർട്ട് ചെയ്യാനല്ല, കാരണം ഒരു വ്യക്തി അത്ര ഒരു ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുമ്പോൾ പ്രോപ്പർ കാര്യങ്ങൾ അറിയില്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർ അത് മുതലെടുക്കാൻ നിൽക്കരുത്. കാരണം പൈസയ്ക്ക് അതിൻ്റെതായ മൂല്യമുണ്ട്. എല്ലാവരും വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് പൈസ ഉണ്ടാക്കുന്നത്. ഈ പറഞ്ഞ ഞാനിവിടെ പണിയെടുക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ഡെയിലി ഒരു അപ്രോക്സിമേറ്റ് അവേഴ്സ് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്നത്. എനിക്കറിയാം പൈസ വരുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, അതിന്റെ കാര്യങ്ങൾ. അപ്പോൾ ഇനി ഒരുപാട് ഇൻടേക്സ് യു കെയിലോട്ടോ ഏത് കൺട്രീസിലോട്ടോ ആയിക്കോട്ടെ, എനിക്ക് വരാനുള്ള ഒരു കാര്യം പറയാനുള്ളൂ. കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത് യു കെ സ്റ്റുഡന്റ് ലൈഫും തമ്മിൽ ആഹനയും ഉറുമ്പും വ്യത്യാസമുണ്ട്. കപ്പ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ അല്ല ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ നോക്കിയും കണ്ടും ചെയ്യുക. നിങ്ങളുടെ പൈസയാണ്, അത് വെറുതെ വരുന്നതല്ല.